ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിൽ തന്നെ പ്രമുഖ സ്ഥാപനമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാത്ത, അവിടെ നിന്ന് എനിക്ക് ഒരിക്കലും കൺസെപ്റ്റ് വൈസ് ആയിട്ട് ഡീപ്പായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ ടോപ്പിക് വൈസ് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ രീതിയിലായിരുന്നു അവിടെ നിന്നൊക്കെ പ്രാക്ടീസ് പോയത്. അപ്പോൾ ടോട്ടലി ഒന്നും അറിയാത്ത രീതിയിൽ ബേസ് ലെവലിൽ നിന്ന് മുതലേ റേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ബയോളജിയിലൊക്കെ വന്ന ഔട്ട് ടേംസ് ഒക്കെ റേസിൽ പഠിച്ചൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് വൺസ് എങ്കിലും ഒരു കേട്ട. ഈ വർഷത്തെ നീറ്റ് എക്സാം എഴുതാൻ വളരെ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഞാനും എക്സാം ഹാളിലേക്ക് പോയത്. എല്ലാവരെയും പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ നല്ല ടഫായിരുന്നു. ഈവൻ ഒന്നും ഇതിൽ എന്താ എഴുതണ്ടേന്ന് പോലും അറിയാത്ത രീതിയിൽ കംപ്ലീറ്റ്ലി മൈൻഡ് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു ഞാനും എല്ലാവരെയും പോലെ തന്നെ. പക്ഷേ പിന്നെയാണ് ഇവിടുന്ന് കുറേ ഡയറക്ടേഴ്സ് എല്ലാം വന്ന് രണ്ട് ചെവിയിലും എന്ന് പറയുന്ന പോലെ നിനക്ക് ടഫാണെങ്കിൽ നീറ്റ് എക്സാം എല്ലാവർക്കും ടഫായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫിസിക്സിലൊക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ റേസ് മെറ്റീരിയലിലെ സെയിം ലെങ്ത്തുള്ള ക്വസ്റ്റ്യൻ, സെയിം തീറ്റ വെച്ചുള്ള ഇക്വേഷൻ, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരാം. പിന്നെ ഞാൻ ഓരോന്നോരോന്ന് റീകോൾ ചെയ്തെടുത്ത് അങ്ങനെ അറ്റംപ്റ്റ് ചെയ്ത് പോയി. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയമുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്ത് പിന്നെ ബാക്കിയുള്ളതൊക്കെ എലിമിനേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റി. സെക്കൻഡ് റൗണ്ടും അങ്ങനെ വന്ന് പിന്നെ കുറച്ചും കൂടെ അറിയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ബയോളജിയിലൊക്കെ വന്ന ഔട്ട് ടേംസ് ഒക്കെ റേസിൽ പഠിച്ചൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് വൺസ് എങ്കിലും ഒരു കേട്ട ടൈപ്പ് ഓഫ് ഓപ്ഷനിലുള്ള വേർഡ്സ് തന്നെയായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെ അത് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാം ഹാളിൽ ഇരിക്കുമ്പം തന്നെ ആ ഒരു അനാലിസിസ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ഡെഫിനറ്റ്ലി റേസിൽ പഠിച്ചൊരു കുട്ടിക്ക് അറിയാം അത് 2016 ശേഷം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2025 എന്ന് പറയുന്നത്. കാരണം അത്രയും DPYQs ഡിറൈവ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിന്നെല്ലാം കംപ്ലീറ്റ്ലി ഡൈവേർട്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അപ്പോൾ ആ എക്സാം ഹാളിൽ വെച്ച് തന്നെ എനിക്ക് മനസ്സിലായി, ബയോളജി ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ലെവൽ നല്ലോണം മാറിയിട്ടുണ്ട് എല്ലാ രീതിയിലും. ടോട്ടലി കംപ്ലീറ്റ്ലി ഒരു കുട്ടിനെ എങ്ങനെയാണ് നമ്മളൊരു പ്രൊഫഷൻ എന്താണോ അതിലേക്ക് മൗൾഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു റേസിൻ്റെ കോച്ചിങ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിൽ തന്നെ പ്രമുഖ സ്ഥാപനമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാത്ത, അവിടെ നിന്ന് എനിക്ക് ഒരിക്കലും കൺസെപ്റ്റ് വൈസ് ആയിട്ട് ഡീപ്പായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ ടോപ്പിക് വൈസ് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ രീതിയിലായിരുന്നു അവിടെ നിന്നൊക്കെ പ്രാക്ടീസ് പോയത്. അപ്പോൾ ടോട്ടലി ഒന്നും അറിയാത്ത രീതിയിൽ ബേസ് ലെവലിൽ നിന്ന് മുതലേ റേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഓരോ സാറന്മാരും ക്ലാസ് എടുക്കുമ്പോൾ നമുക്കൊന്നും ഈവൻ എല്ലാം ഭയങ്കര ബേസ് ലെവലിൽ നിന്ന് തന്നെ ക്ലാസ് എടുത്ത് തന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും ടഫായിട്ടുള്ള ഒരു എക്സാം വന്നിട്ട് പോലും അവിടെ സർവൈവ് ചെയ്യാന്നുള്ളതായിരുന്നു ആ എക്സാം ഹാളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റിയത് എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടിയ ബേസ് ലെവൽ മുതൽ ഹൈ ലെവൽ വരെ കിട്ടിയിട്ടുള്ള ക്ലാസ്സസ് കൊണ്ട് മാത്രമാണ്. എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബയോളജി കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ഈവൻ 1 മണിക്കൂറിനേക്കാൾ കൂടുതലായ സമയത്ത് ബാക്കിയുള്ള 2 മണിക്കൂറിന് ഫിസിക്സും കെമിസ്ട്രിയും കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് ഒരു നോർമൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ റേസിൽ പഠിക്കുന്ന പഠിച്ച ഓരോ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഒരു വലിയ പ്രശ്നമായിട്ട് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി 45 മിനിറ്റ്സ് കൊണ്ട് 60 ക്വസ്റ്റ്യൻസ്, അതും ലെങ്തി ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പ് ഓഫ് പ്രാക്ടീസ് ഈ ഒരു 2025 എക്സാമിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ള രീതിയിലുള്ള ഒരു കോച്ചിങ് തന്നെ കിട്ടിയതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. റേസിൻ്റെ ആ ഒരു മെറ്റീരിയൽസും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എക്സാംസും ഡയറക്ടേഴ്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ സപ്പോർട്ടും ബേസ് ലെവൽ മുതലുള്ള ക്ലാസ്സും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയി. ആ എക്സാം ഹാളിൽ നിന്ന് പാനിക് ആവാതെ മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിച്ചത് റേസിൻ്റെ സപ്പോർട്ടോടു കൂടി മാത്രമാണ്. നീറ്റ് 2025 എക്സാം എഴുതി ഓരോ കുട്ടിയും ഫേസ് ചെയ്യുന്ന 2 പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. കാരണം അത്രയും ടഫായിട്ട് +2 കഴിഞ്ഞിട്ട് നീറ്റ് എക്സാം ഫസ്റ്റ് ടൈം എഴുതുന്ന ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് മൈൻഡിൽ വരാം. പക്ഷെ അങ്ങനെയല്ല, നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഏതൊരു കുട്ടിക്കും നല്ലൊരു രീതിയിലുള്ള വർക്കോട് കൂടിയും ഭയങ്കര പാഷൻ നമ്മളെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേണ്ടത് ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്, അതിലേക്കുള്ള ഒരു റൂട്ട് മാത്രമാണ്. അപ്പോൾ അത്രയും നല്ലൊരു റൂട്ട് തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു നോർമൽ എക്സാം മാത്രമാണ് നീറ്റ്. അത് തന്നെയാണ് എന്നെ സഹായിച്ചത്. റേസ് ഒറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു സപ്പോർട്ടും ആ ഒരു മെറ്റീരിയൽസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അത്രയും ലെങ്ത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്ന് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ഈ ഒരു വർഷത്തെ യാത്രയിൽ എൻ്റെ കൂടെ നിന്ന റേസിനും ടീച്ചേഴ്സിനും ഡയറക്ടേഴ്സിനും ജെസ്സിയ മിസ്സിനും ദിലീപ് സാറിനും എല്ലാവർക്കും wholehearted thanks to the race community. Thank you.